ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ? അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രാൻസിൽ നിന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം FM ലോജിസ്റ്റിക്കിൽ നമ്മൾ കൊണ്ടുപോയിട്ട് ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞിട്ട് അടുത്ത ടാസ്ക് കിട്ടിയതാ ഈ കമ്പനിയിൽ വന്നിട്ട് വൈൻ എടുത്തിട്ട് ബെൽജിയത്തിലുള്ള ബ്രിട്ടാനിയ ഡോക്ക് കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്യാനാണ്. ഈ ലോഡ് കയറി പോകുന്നത് UK കേട്ടോ. UK ലോഡാകുമ്പം CMRഉം MRNൊക്കെ വേണം കേട്ടോ. അതുമാത്രമല്ല, ഇവിടെ നിന്ന് എനിക്ക് ഏറെക്കുറെ 717 കിലോമീറ്റർ ഓടാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സീൽ കിട്ടിയിട്ടുണ്ട്. ആദ്യം നമ്മൾ കണ്ടെയ്നർ ലോക്ക് ചെയ്തിട്ട് ഇതേപോലെ സീലിടും. സീലിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കണ്ടെയ്നർ ലോക്കും കൂടെ ഇടും കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, 717 കിലോമീറ്റർ ഓടാൻ എന്തായാലും എനിക്കിന്ന് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഫ്രാൻസിൽ തന്നെ ഇന്നത്തെ ദിവസം സ്റ്റേ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതേപോലെ കണ്ടെയ്നർ ലോക്ക് ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുത്ത് മാനേജർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കള്ളന്മാരെങ്ങാനും പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സീനും കാര്യങ്ങളൊന്നും നമുക്കുണ്ടാവില്ല. അപ്പോൾ നമ്മളെ ജേണി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഏരിയ ഫുള്ള് മുന്തിരിത്തോട്ടങ്ങളാണ് കേട്ടോ. ഇവിടുത്തെ ഒരു റൗണ്ട് അബൌട്ട് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്ക്. ഒരു വൈനിൻ്റെ ഗ്ലാസും അതേപോലത്തെ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കിട്ടിയ ആ റൗണ്ട് അബൌട്ടിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് മുന്തിരികളൊക്കെ നട്ട് പിടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ വലിയ മുന്തിരിപ്പാടങ്ങൾ പന്തലിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ല കേട്ടോ. ഇവിടെ മൊത്തം കുറ്റി മുന്തിരികളാണ് കേട്ടോ. ഇവിടെ എല്ലാം ഈ ഹൈറ്റേ ഉണ്ടാവുള്ളൂ. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. അതുപോലെ നീണ്ട് നിവർന്ന് കിടക്കുക കേട്ടോ. ഇവിടെ ഫുള്ള് എന്താ പറയുക, ഈ ഏരിയയിൽ മൊത്തം ഈ വൈൻ മുന്തിരിയാണെന്ന് കൂടുതലായിട്ടും ഇവർ കൃഷി ചെയ്യുന്നത്. ഇവിടെ നിന്ന് വൈൻ പ്രൊഡക്ഷന് വേണ്ടി തന്നെയാണ്. ഇവിടെ കുറേ ഫാക്ടറികളൊക്കെ ഉണ്ട് കേട്ടോ വൈനിൻ്റെ. അപ്പോൾ അത്രയൊക്കെ തന്നെ. ഇനി നേരെ ബെൽജിയത്തിലേക്കാണ് നമ്മളെ യാത്ര. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും എന്നത്തെയും പോലെ ഇന്നത്തെ ഒരു ദിവസവും അടിപൊളിയായിരിക്കട്ടെ.